സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരുടെ വികാരം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ? 2016 മുതലുള്ള DA കുടിശ്ശികയും 2019 മുതലുള്ള ശമ്പള വർധനവ് മൂലം കിട്ടേണ്ട ആനുകൂല്യങ്ങളും അതൊക്കെ കിട്ടാതിരിക്കുമ്പോൾ പാട്ട് പാടിയിട്ടെങ്കിലും അത് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണെങ്കിൽ ഒരു പക്ഷേ അത് ശരിയാണ്, അങ്ങനെ നടക്കട്ടെ. പക്ഷെ ഇവിടെ ചെമ്പടയ്ക്ക് കാവലാൾ എന്ന് പറഞ്ഞാൽ അത് TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ, പെരിയ കേസിലെ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നുകളഞ്ഞ, ഷുഹൈബിനെയും ഷുക്കൂറിനെയും ഒക്കെ കൊന്നുകളഞ്ഞ ആ ചെമ്പടയ്ക്ക് കാവലായിട്ടുള്ളതാണെങ്കിൽ എക്സാക്ട്ലി റൈറ്റ് ആണ്. പിന്നെ ചെങ്കനൽ കണക്കൊരാളെന്ന് പറഞ്ഞാൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയെ കുറിച്ച് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ RSSന് അടിമവേല ചെയ്യുന്ന ADGP യെ കുറിച്ച് ചോദിക്കുമ്പോഴോ വോയിസ് റെസ്റ്റ് എടുത്തുകൊണ്ട് ഒളിച്ചോടുന്ന ആളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ചെങ്കനൽ കണക്ക് എന്ന് പറഞ്ഞാൽ അത് അത്രത്തോളം ശരിയാകണമെന്നില്ല. അടുത്തത് ചെങ്കൊടി കയ്യിലേന്തിയെന്ന്. കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികൾ മനസ്സിലാക്കിയാൽ അറിയാം, ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ കയ്യിലിരിക്കുന്നത് ചെങ്കൊടിയല്ല, RSSന്റെ കാവിക്കൊടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. ഇവിടെ കവി പറയുന്നത് എന്താ, മറ്റ് രാജ്യങ്ങളിൽ പോലും പോയി, വിദേശത്ത് പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ തേടിക്കൊണ്ടുവരുന്നു, സമ്പത്ത് തേടിക്കൊണ്ടുവന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. അതായിരിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മകളും ജീവിത പങ്കാളിയായിട്ടുള്ള ആളും മരുമകനും കുട്ടിയും എല്ലാവരും കൂടിയിട്ട് വിദേശത്ത് യാത്ര നടത്തിയത്. അത് കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടത് തേടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. മലയാള കവിതയുടെ വിപ്ലവകരമായിട്ടുള്ള ഈ മാറ്റം കാണുമ്പോൾ കേരളത്തിലെ CPMന്റെ സാധാരണപ്പെട്ട സഹാക്കർ പുളകം കൊള്ളുന്നുണ്ടാവും. കാരണം ബംഗാളിനും ത്രിപുരയ്ക്കും സമാനമായിട്ട് കേരളത്തിലെ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇവിടെ ഫീനിക്സ് പക്ഷിയാണെന്നാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ. കേരളത്തിലെ CPMന്റെ ഫിനിഷിംഗ് പക്ഷിയാണ്. കേരളത്തിലെ CPMനെ ഫിനിഷ് ചെയ്യാൻ പോകുകയാണ്. ഈ കുടിശ്ശിക കൊടുക്കാത്തതിന്റെ പേരിൽ ബണ്ണും പാലും കൊടുക്കാത്ത കുട്ടികളുടെ ആശുപത്രി ഉണ്ട് തിരുവനന്തപുരത്ത്. അത് കൊടുക്കാനായിട്ട് ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ 10-24 മണിക്കൂർ CPIയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യൻ ലിഫ്റ്റിൽ കുടുങ്ങി പകലും രാത്രിയും. ആ മനുഷ്യന് ആനുകൂല്യമുണ്ടാകുന്ന രീതിയിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ അത്തരം സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ ഫീനിക്സ് പക്ഷിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയിട്ട് വീട്ടിൽ പോയ ഒരു സ്ത്രീക്ക് നീതി ഉറപ്പാക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ICUയിൽ പോലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ കവിത ചൊല്ലേണ്ടത് പെൻഷൻ കിട്ടാത്ത, 5-6 മാസക്കാലമായിട്ട് പെൻഷൻ കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുമ്പിൽ പോയി നിങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് ഈ കവിത ചൊല്ലണം. ശമ്പളം മുടങ്ങുന്ന KSRTCയിലെ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ഉദ്യോഗസ്ഥരോടെങ്കിലും ഈ കവിത ചൊല്ലി കേൾപ്പിക്കണം. മുഖ്യമന്ത്രിയെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടാണ് ഈ വാഴ്ത്തുപാട്ടെന്ന് ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വീട്ടിൽ പോയി നിങ്ങൾ പാടിക്കേൾപ്പിക്കണം. സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയെ വാഴ്ത്തി പാടണം. ഉച്ചക്കഞ്ഞി വയ്ക്കുന്നവന് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രിയെയും വാഴ്ത്തി പാടണം. ഈ കവിത ചൊല്ലി പുളകം കൊള്ളിക്കണം. ഇത്തരം ചിത്രഗുപ്തന്മാർക്ക് കാറ് കിട്ടും, ജോലിയിൽ പുനർനിയമനം കിട്ടും, മറ്റു പല സൗകര്യങ്ങളും കിട്ടും. സാധാരണ മനുഷ്യർക്ക്, സാധാരണ സഖാക്കന്മാർക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞ സഖാവ് എന്ത് കൊടുത്തു?